ജീവിതത്തിൽ ഒത്തിരി പദവികൾ ഉണ്ടായിരുന്നിട്ടും, ജീവിതത്തിൽ ഒത്തിരി പരിമിതികൾ ഉണ്ടായിട്ടും ഹൃദയത്തിനകത്ത് വന്ന ആഗ്രഹം നിമിത്തം മുന്നോട്ട് ഓടിയ ഒരു വ്യക്തിയെ തിരുവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ആ വചനത്തോടുള്ള ബന്ധത്തിൽ ചിലത് ചിന്തിക്കാൻ തന്നെ ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ്, ഈ വിഷയം എടുക്കുന്നതിന് മുന്നേ തന്നെ സ്തോത്രം, ഇന്ന് ജോൺസൺ ബ്രദർ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. സ്തോത്രം. എക്സാക്ട്ലി ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന കാര്യം അദ്ദേഹം പ്രാർത്ഥനയിൽ കൂടെ പറയാനിടയായി. ഞാൻ മറ്റാരെയും കുറിച്ചല്ല പ്രസംഗിക്കാൻ താല്പര്യപ്പെടുന്നത്, സഖായി. ആമേൻ. സ്തോത്രം. ആ ഒരു പ്രാർത്ഥനയിൽ അദ്ദേഹം പറയാനിടയായി, മരത്തിന് മുകളിൽ കയറിയ, കർത്താവിനെ കാണാൻ ആഗ്രഹിച്ച, ജീവിതത്തിന് വ്യതിയാനം വരുവാൻ ആഗ്രഹിച്ച, ഭവനത്തിലേക്ക് ക്ഷണിക്കുവാൻ ആഗ്രഹിച്ച ഒരുവൻ ഇന്ന് പകൽക്കാലം ആത്മാവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. അതിനുള്ള ബന്ധത്തിൽ വേദഭാഗം വായിക്കാം. ലൂക്കോസിന്റെ വിഷയം 19-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളാണ്. വേഗത്തിൽ വായിക്കണം, എൻ്റെ ലഭിച്ചിരിക്കുന്ന സമയത്തിനകത്ത് തീർക്കണം. ആമേൻ. ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന് പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാൽ അവൻ മുമ്പോട്ടോടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞു പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതുവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരിഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. മതി. സ്തോത്രം. ഈ വേദഭാഗവും ഈ വ്യക്തിയും നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് അല്ലേ? ഇദ്ദേഹത്തെ കുറിച്ച് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കുഞ്ഞുങ്ങൾ ഇപ്പം ആരെക്കുറിച്ചാണ് പറഞ്ഞേ? സക്കായിയസ് അല്ലേ? ഓക്കെ, ഓർത്തിരുന്നോണം. പുള്ളിയുടെ പ്രത്യേകത എന്തുവാ? പുള്ളി ആരാ? ഓക്കെ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിന്ന് പകൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് അല്പമായി ചിന്തിക്കാൻ താല്പര്യം. നമുക്കറിയാം, എല്ലാവരും നമ്മൾ ഒത്തിരി സൺഡേ സ്കൂൾ മുതൽ പഠിക്കുന്ന വ്യക്തിയാണ്. പാട്ടുകൾ ഒത്തിരി അദ്ദേഹത്തെക്കുറിച്ച് പാടിയിട്ടുണ്ട്. ഓക്കെ, വേദഭാഗത്തിലെ സ്തോത്രം പല കാര്യങ്ങളും സഖായിയെക്കുറിച്ച് നമുക്ക് നന്നായി അറിയാം. ഇന്ന് പകൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനമായി ഒരു ഭാഗം അവിടെ കർത്താവ് പറഞ്ഞൊരു ഭാഗമുണ്ട്, ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. എന്താണ് അദ്ദേഹത്തെ വ്യതിയാനപ്പെടുത്തിയത്? സഖായിയുടെ ജീവിതത്തിൽ വ്യതിയാനം സംഭവിക്കാൻ, അല്ലെങ്കിൽ എന്താണ് സഖായി, ആ വിഷയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് സഖായി ആരായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഓക്കെ, അവിടെ ഈ ഇവിടുത്തെ കഥാപാത്രത്തിൻ്റെ പേര് സഖായി എന്നാണ് അല്ലേ? ഓക്കെ, സഖായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹീബ്രു നെയിമാണ്. ആ വാക്കിൻ്റെ അർത്ഥം റൈച്ചസ് എന്ന, നിഷ്കളങ്കൻ, നീതിമാൻ എന്നൊക്കെയാ പേരിൻ്റെ അർത്ഥം. എന്താ സഖായിയുടെ പേരിൻ്റെ അർത്ഥം? റൈച്ചസ്നസ്. ഓക്കെ, നിഷ്കളങ്കൻ, നീതിമാൻ. ഇദ്ദേഹത്തിൻ്റെ പേര് കേൾക്കാൻ നല്ലതാ അല്ലേ? എന്താ അർത്ഥം നോക്കുമ്പം? നിഷ്കളങ്കനാണ്, നീതിമാനാണ്. പേരും ജീവിതവും തമ്മിൽ വലിയ ബന്ധമുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള കുറേ പേരുകൾ നമുക്കറിയാലേ. സത്യശീലൻ, ജീവിതത്തിൽ സത്യം പറയത്തില്ല അല്ലേ? ഗുണശീലൻ, ജീവിതത്തിൽ ഒറ്റ ഗുണം പോലും ചെയ്യത്തില്ല. പേര് ഗുണശീലൻ എന്നാ അല്ലേ? പിന്നെന്തുവാ? യേശുദാസ് അല്ലേ? ഇങ്ങനെയുള്ള കുറേ പേരുകൾ നമുക്കറിയാം അല്ലേ? ശാന്തശീലൻ, അയ്യോ, പുള്ളിയോട് സംസാരിച്ച് വേണം. പുള്ളിയെപ്പോലൊരു മൂർഖ സ്വഭാവമുള്ള ഒരു മനുഷ്യൻ വേറെ അറിയാം. പേര് ശാന്തി, വല്ല അർത്ഥമുണ്ടോ ആ പേരുകൊണ്ട്? സുന്ദരൻ, അങ്ങനെയൊക്കെ ഒത്തിരി പേരുകളുണ്ട്. പേരും ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതുപോലെ ഈ സഖായിയുടെ ജീവിതവും. അവൻ്റെ പേര് നിഷ്കളങ്കൻ, നീതിമാൻ എന്നാ. പക്ഷേ അവൻ്റെ ലൈഫ് വളരെ വ്യത്യസ്തമായിരുന്നു. ജീവിതവും പേരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്, അവൻ ചുങ്കക്കാരിൽ പ്രമാണിയും. അപ്പം അവൻ ചുങ്കക്കാരിൽ, അവൻ എന്ന് പറഞ്ഞാൽ അവിടെ വീണ്ടും നമ്മൾ ചിന്തിച്ചാൽ അവൻ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായിരുന്നു. അവനെക്കുറിച്ച് ഇനി ആരാണ് സഖായി എന്നുള്ളത്? ഓക്കെ, അവനെക്കുറിച്ച് ഹീസ് എ ചീഫ് ടാക്സ് കളക്ടർ ആണ് അല്ലേ? ചുങ്കം പിരിക്കുന്നവനാണ്, പിരിക്കുന്നവൻ്റെ പ്രമാണി. അപ്പോൾ അവൻ്റെ കീഴിൽ കുറേ പേര് ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ കുറേ പേരുണ്ട്. ഓക്കെ, അവനൊരു ടാക്സ് കളക്ടർ മാത്രമല്ല, ഹി വാസ് അതിൻ്റെ പ്രമാണി കൂടിയായിരുന്നു എന്ന് കാണാൻ. അപ്പം ഹി വാസ് ഇൻചാർജ് ഓഫ് അതേഴ്സ്. ഓക്കെ, അവിടെ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
ഓക്കെ. മാത്രമല്ല യെരിഹോ പട്ടണത്തിൽ അവന് സിഗ്നിഫിക്കൻ്റ് റോൾ ഉണ്ടായിരുന്നു. അവൻ്റെ റോൾ ഇതാണ്: അവൻ ചുങ്കക്കാരിൽ പ്രമാണിയാണ്. നല്ലതാകട്ടെ തീയതാകട്ടെ, പക്ഷേ സമൂഹത്തിൽ അവൻ ഇറങ്ങിച്ചെന്നാൽ ആൾക്കാർ അവനെ കണ്ടാൽ ഓടി മാറും. നമ്മുടെ നാട്ടിൽ ഈ ചിട്ടിക്കാർ പണ്ടത്തെ അറിയത്തില്ല, ചിട്ടിക്കാർ വരുമ്പോൾ ആൾക്കാർ മാറിക്കളയും. എന്തിനാണെന്നറിയാം? കൊടുക്കാതിരിക്കാൻ എന്ന് പറയുന്നത് പോലെ ഇദ്ദേഹം ചെല്ലുമ്പോഴത്തേക്ക് ആൾക്കാർ മാറും. അപ്പോൾ ഇവിടെ ഇദ്ദേഹം അതിൻ്റെ പ്രമാണിയായിരുന്നു. റോമൻ ഗവൺമെൻറ്റിന് വേണ്ടി ചുങ്കം പിരിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ ഈ അന്നത്തെ പ്രമാണം അനുസരിച്ച് റോമൻ ഗവൺമെൻറ് ടെൻഡർ കൊടുക്കും ടാക്സ് കളക്ട് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ടെൻഡർ പിടിച്ചിട്ട് എടുക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. അതിനുശേഷം അദ്ദേഹം സബ് കോൺട്രാക്ടേഴ്സിനെ ഏകീകരിച്ച് മറ്റുള്ള ടാക്സ് കളക്ടേഴ്സും കാണും. അപ്പോൾ അതുകൊണ്ട് ഒരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാവരും അവനെ വെറുത്തിരുന്നു. ആർക്കും ഇഷ്ടമല്ല അന്നത്തെ കാലത്തെ ചുങ്കക്കാർ. അവരെ കണക്കാക്കിയിരുന്നത് പാപികളെ പോലെയാ. മനസ്സിലായോ? മറ്റുള്ള പാപികളും തെറ്റായി ജീവിക്കുന്നവരെ കൂട്ടത്തിലാണ് ടാക്സ്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ കൂടെ യേശു പോയപ്പോൾ അവിടെ എന്താ പറഞ്ഞ ആൾക്കാർ? അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ കണ്ടോ? അപ്പൊ ഇവൻ ആരാ? ഏത് നിലയിൽ അവൻ പാപിയായേ? ബിക്കോസ് ഓഫ് ഹിസ് ജോബ്. അവൻ്റെ ജോലി ടാക്സ് കളക്ടറാണ്. അതെന്താക്കി അവനെ ഏത് കാറ്റഗറി കൊണ്ടുവന്നു? അപ്പം അവൻ്റെ ജോലി എന്ത് ചെയ്തു? അവൻ്റെ പാപത്തിൻ്റെ ഗണത്തിൽ കൊണ്ടുവന്നു. മനസ്സിലാക്കണം, നമ്മൾ സൂക്ഷിക്കണം. ഓക്കെ. അപ്പോൾ ഇവിടെ ഇവനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് എല്ലാവരും അവനെ വെറുത്തിരുന്നു, സമൂഹം അവനെ വെറുത്തിരുന്നു. ഇവരെ അശുദ്ധർ, വ്യഭിചാരികളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ പാപികളുടെ കൂട്ടത്തിൽ അറിയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഇവരെ അധികം വെറുത്തത്. പ്രത്യേകിച്ച് വെറുക്കാൻ കാരണം സാധാരണയിൽ നിന്ന് കൂടുതലായിട്ട് അവൻ ടാക്സ് കളക്ട് ചെയ്യും. മാത്രമല്ല ഹി ചീറ്റഡ് ഹിസ് ഓൺ പീപ്പിൾ. അവൻ്റെ തന്നെ ജനത്തെ അവൻ ചീറ്റ് ചെയ്യാൻ തുടങ്ങും. അവനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവന് പണമുണ്ട്, അവൻ റിച്ചാണ്, പക്ഷേ സമൂഹത്തിൽ ഹി ഈസ് റിജക്റ്റഡ്. ഹി ഈസ് പവർഫുൾ ബട്ട് ഡിസ്പൈസ്ഡ്. നിരാശനാണ്, ഭയങ്കര ശക്തിമാനാണ്, മറുസൈഡിൽ സക്സസ്ഫുൾ ആണ്, ബട്ട് സ്പിരിച്വലി ഈസ് എംപ്റ്റി. അവൻ്റെ ലൈഫ് നോക്കിക്കേ. ഞാൻ അവൻ്റെ ആ ജീവിതത്തിൻ്റെ അനുഭവത്തെ ഒന്ന് വരച്ച് കാണിക്കാനാണ് ഇത് പറഞ്ഞത്. അപ്പം സ്തോത്രം, he had a money in his pocket but no peace in his heart. ഇതായിരുന്നു അവൻ്റെ ലൈഫ് ഇതായിരുന്നു. അപ്പം ശ്രദ്ധിക്കണമേ. അപ്പം നമ്മൾ വന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിപ്പനിടയായി. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് യേശുവിനെ കണ്ടുമുട്ടുന്നത്. അവിടെ കാണാൻ കഴിയുന്നുണ്ട്. യേശുവിനെ കാണണമെന്ന ആഗ്രഹത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അവനെ യേശു ചേഞ്ച് ചെയ്തു. അവൻ്റെ ജീവിതത്തിൽ കുടുംബത്തിൽ രക്ഷ വന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് അവനെ രൂപാന്തരപ്പെടുത്തുവാൻ അവനിലുണ്ടായ കാര്യങ്ങൾ. ഞാൻ നേരത്തെ ഓർപ്പിച്ചു, ഏത് മുന്നേറ്റത്തിൻ്റെയും ഏത് വ്യതിയാനത്തിൻ്റെയും പിന്നിൽ ഒരാഗ്രഹമുണ്ട്, ഒരു ഡിസയർ ഉണ്ട്. നമ്മുടെ വിഷയം അതിനോട്ടുള്ള ബന്ധത്തിലാണ്. സക്കായസ് ഡിസയർ, അവൻ്റെ ആഗ്രഹം. അതാണ് നമ്മൾ ആ ആഗ്രഹം അവന് ട്രാൻസ്ഫോർമേഷൻ നടത്തി. ഓക്കെ. അതിൻ്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, അവൻ യെരിഹോവിൽ എത്തി. അപ്പോൾ യേശു യെരുശലേമിലേക്കുള്ള അന്ത്യയാത്രയാണ്. ഈ യാത്രയിൽ യേശു യെരിഹോ വഴി പോവുകയാണ്. അപ്പം ഈ യെരിഹോമിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മുകളിലൊരു ഭാഗം കാണുന്നു. ഒരു കുരുടനായ മനുഷ്യൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവനെ യേശു സൗഖ്യമാക്കിയതായിട്ട് കാണാൻ കഴിയും. ഓക്കെ. അപ്പോൾ യെരിഹോം എന്ന് പറയുന്നത് ഒരു സമ്പദ് പ്രദേശമാണ്. തിരുവചനത്തിനകത്ത് യെരിഹോമിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഓടി വരുന്ന പല ഭാഗങ്ങളുണ്ട്. എവിടെയാ? പഴയ നിയമത്തിലേക്ക് പോകും അല്ലേ? യെരിഹോം കോട്ടയൊക്കെ നമുക്ക് പറയാം. ഓക്കെ. അപ്പോൾ സ്തോത്രം, ഇവിടെ ഈ യെരിഹോം പട്ടണം വളരെ ബിസി ആയിട്ടുള്ള, പ്രോസ്പെറസ് ആയിട്ടുള്ളതായ ഒരു സ്പിരിച്വലി എംപ്റ്റി ആയിട്ടുള്ളൊരു പട്ടണമാണ്. യേശു അവിടേക്ക് വരികയാണ്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നിട്ടും യേശു ആ പ്രദേശത്തിൽ ആർക്കും വേണ്ടാത്ത, ആരും പോകാത്ത, ആർക്കും ഇഷ്ടമല്ലാത്ത ഒരു പ്രദേശത്തും യേശു കടന്നു ചെല്ലുക. കാരണമുണ്ട്, അവനെ കാത്തിരിക്കുന്ന ഒരുവനുണ്ട്. ആമേൻ, സ്തോത്രം. അപ്പോൾ ഈ സക്കായിയുടെ എപ്രകാരമാണ് അവൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെടുവാനിടയാ? ഞാൻ 3-4 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞു. നമ്പർ 1, ഒന്നാമത്തെ കാര്യം ഈസ് ഡിസയർ ടു സീ ജീസസ്. യേശുവിനെ കാണുവാനുള്ള അവൻ്റെ ആഗ്രഹം, അല്ലേ? സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് വാക്യം. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. അപ്പോൾ ഈ സക്കായിയുടെ അവൻ്റെ ജീവിതത്തിൽ വ്യതിയാനം വരുവാനുള്ള ഒന്നാമത്തെ കാരണം ഹിസ് ഡിസയർ, അവൻ്റെ ആഗ്രഹമാണ്. യേശു എങ്ങനെയുള്ളവനെന്ന് അറിയണം. അത് യേശുവിനെ കുറിച്ച് ഒരു പക്ഷേ കേട്ട് കാണും,
യേശുവിനെ കുറിച്ച് അറിഞ്ഞു കാണും, യേശുവിൻ്റെ അത്ഭുതം കണ്ടു കാണും, രോഗസൗഖ്യം കേട്ട് കാണും, ഇതൊക്കെ കണ്ടിട്ടുണ്ട്. മാത്രമല്ല അതിനേക്കാൾ ഉപരി ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഈ താല്പര്യം ഉണ്ടാകാൻ മറ്റൊരു കാര്യം കൂടെ ഉണ്ടാകണം. ഞാൻ എൻ്റെ ചിന്തയില്ല. കാരണം അവൻ കേട്ടിട്ടുണ്ട് യേശുവിൻ്റെ കൂടെ പുറപ്പെടുന്ന 12 പേരുണ്ട്, അതിലൊരുവനും ആരാ? ചുങ്കക്കാരനാ. ആരാ? മത്തായി. അവനും ചുങ്കം പോയി. അപ്പം യവന്റെ ചിന്ത, അങ്ങനെയുള്ളവരെ യേശു എങ്കിൽ എനിക്കൊന്ന് എങ്ങനെയുള്ളവനൊന്ന് അറിയണമല്ലോ എന്ന ആഗ്രഹത്തിൽ അവൻ യേശുവിനെ അനുഗമിപ്പയിടയായി. അതവിടെ പറഞ്ഞു യേശുവിനെ എങ്ങനെ. അപ്പം സക്കായിക്ക് പണമുണ്ട്, പക്ഷേ അവിടെ കാണാൻ കഴിയുന്നത് അവൻ ഐസൊലേറ്റഡ് ആണ്. ആരുമില്ല, തന്നെ സ്നേഹിക്കാൻ സുഹൃത്തുക്കളില്ല, തന്നെ ഒന്ന് ആശ്ലേഷിക്കാൻ ആരുമില്ല, തന്നെ ജീവിതത്തിൽ നിന്ന് ചേർത്ത് പിടിക്കാൻ ആരുമില്ല. ഒറ്റപ്പെട്ടവൻ, സമൂഹത്തിൽ അവൻ കണ്ടാൽ ആൾക്കാർ മാറുന്നവൻ, ജീവിതത്തിൽ ഒന്നും വേണ്ട, അല്ലെങ്കിൽ ജീവിതത്തിൽ സ്തോത്രം ഒരു ബന്ധമില്ല. എന്നാൽ സ്തോത്രം ഒരു ജീവിതത്തിൽ അദ്ദേഹം ഒരു ഫ്രണ്ട്ഷിപ്പില്ല. അങ്ങനെ ഒറ്റപ്പെട്ടവനായ ഒരുവന്റെ ജീവിതത്തിൽ അവൻ്റെ ഹൃദയത്തിനകത്തൊരു ലോങ്ങിങ്, ഒരു ഡിസയർ, യേശു എങ്ങനെയുള്ളവനെന്ന് എനിക്കൊന്ന് അറിയണം. ഹല്ലേലൂയ. ഈ ആഗ്രഹമാണ് അവനെ അടുത്തൊരു തലത്തിലേക്ക്, അല്ലെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ മുഖാന്തരമായ ഒന്നാമത്തെ കാര്യം. നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചു നോക്കിയാൽ ആത്മീയ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിയും അനുഗ്രഹവും മുന്നോട്ടം എന്ന് പറയുന്നത് നമ്മുടെ ദാഹമാണ്. നിങ്ങൾ ആത്മീക മണ്ഡലത്തിൽ മുന്നേറണമോ, ആഗ്രഹമുണ്ടോ? മീൻസ് ഹൃദയത്തിനകത്ത് ആഗ്രഹമുണ്ടെങ്കിലേ ഒരു തലത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആത്മീക ജീവിതത്തിൻ്റെ മുന്നേറ്റം എന്ന് പറയുന്നത് ജീവിതത്തിലുണ്ടാകുന്ന ആഗ്രഹമാണ്. ജീവിതത്തിൽ ഒരു ലോങ് ഉണ്ടാകും, ഒരു ഡിസയർ ഉണ്ടാകണം. ഹല്ലേലൂയ. ഒരു പുതിയ അനുഭവം പ്രാപിക്കാൻ, ഒരു വിഷയത്തിൻ്റെ വിടുതലിന് വേണ്ടി, ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി, ഒരു സൗഖ്യത്തിന് വേണ്ടി എന്തുണ്ടാകണം? ഹൃദയത്തിനകത്ത് ആഗ്രഹമുണ്ടാകണം. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ആഗ്രഹത്തോടെ യേശുവിൻ്റെ അരികെ വന്നവരെയാണ് യേശു സൗഖ്യമാക്കുന്നത്. ആഗ്രഹത്തോടെ വന്നവരെയാണ് യേശു തൊടുന്നത്. നമുക്ക് തിരുവനന്തപുരത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, ഞാൻ അതിലേക്ക് വരാം. പ്രൈസ് ഗോഡ്. എന്നാൽ ആഗ്രഹത്തോടെ വന്നിട്ടുണ്ടോ, കർത്താവ് നിന്നെ വെറുതെ പറഞ്ഞു വിടതല്ല. ഹല്ലേലൂയ. ആഗ്രഹത്തോടെയാണോ നീ ആയിരിക്കുന്നത്? നിന്റെ ഹൃദയത്തിനകത്ത് യേശുവിൻ്റെ സ്നേഹമൊന്ന് അനുഭവിപ്പാൻ, യേശുവിനെ ഒന്ന് കാണാൻ, യേശുവിൻ്റെ കരമൊന്നറിയാൻ, യേശുവിൻ്റെ ശബ്ദമൊന്ന് കേൾക്കാൻ ഒരാഗ്രഹത്തോടെയാണ് ഈ പകൽക്കാലം ഇതിനകത്തിരിക്കുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്തോത്രം, സക്കായിയെ കാണാതെ പോയവനല്ല എൻ്റെ യേശു. അങ്ങനെയെങ്കിൽ നിന്നെ ഇന്ന് പകൽക്കാലം കാണാതെ യേശു പോകത്തില്ല. യേശു കാണുന്നവനാണ്. ഇവിടെ കാണുന്നു, അവന് ഹൃദയത്തിനകത്ത് ഒരാഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ സ്തോത്രം, ഒരാഗ്രഹമുണ്ട്, പക്ഷേ പ്രശ്നം, ഹി വാസ് എ ക്യൂരിയസ്, അല്ലേ? ഹി വാസ് ഹംഗ്രി ഫോർ സംതിങ് മോർ. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, ഒന്നും കൂടെ പ്രാപിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഐ ജസ്റ്റ് വാണ്ട് ടു ഗ്രോ ഇൻ മോർ ആൻഡ് മോർ എന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അതോ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഞാനങ്ങ് പോകുക, നോർമൽ ക്രിസ്ത്യൻ ലൈഫ്, അതാണോ നമ്മുടെ ലൈഫ്? ഹൃദയത്തിനകത്തൊരു ആഗ്രഹമുണ്ടോ, എനിക്ക് ഒരു തലം കൂടെ പോകണം, അടുത്ത ലെവലിലേക്ക് നീങ്ങണം, അടുത്ത സ്പിരിച്വൽ ലെവല്, ഒരു ആത്മീകമായ കൃപ പ്രാപിക്കണം. ആമേൻ. ചിലർക്ക് ഇതിനെക്കുറിച്ച് ഒരു ബോധമേ അല്ല. They don't care. അവർ ഏതായാലും രക്ഷിക്കപ്പെട്ട സമയം പോകുന്നു, മതി. പക്ഷേ എനിക്കൊരു കൃപ പ്രാപിക്കണം, എനിക്കും പ്രസംഗിക്കണം, എനിക്കും സാക്ഷ്യം പറയണം, എനിക്കും യേശുവിനെ കുറിച്ച് പറയണം. ആഗ്രഹമുണ്ടോ? സ്തോത്രം. ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഉണ്ടെങ്കിൽ കർത്താവ് സാധിപ്പിക്കും. ആമേൻ. ഇന്ന് പകൽക്കാലം അല്ല, സ്തോത്രം, മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് സംതൃപ്തിപ്പെട്ട് പോകരുത്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നിൽക്കണം, എനിക്ക് കർത്താവിന് വേണ്ടി ശോഭിക്കണം, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന വാഞ്ച അകത്തളത്തിലുണ്ടെങ്കിൽ, സ്തോത്രം, കുഞ്ഞുങ്ങളെ, യു നീഡ് എ ഡിസയർ ഇൻ യുവർ ഹാർട്ട് ടു ഡു സംതിങ് ഫോർ ഗോഡ്, ടു പ്രീച്ച്, ടു ഷെയർ ദ ഗോസ്പൽ. ബട്ട് അൾട്ടിമേറ്റ് തിങ്സ് ഈസ് ദാറ്റ് യു നീഡ് എ ഡിസയർ ഇൻ യുവർ ഹാർട്ട്. ഹൃദയത്തിനകത്തൊരു വാഞ്ച, താല്പര്യം. ഇവിടെ സക്കായിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിനൊരു വാഞ്ച ഇതുണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം, there was a obstacle, തടസ്സം ഉണ്ടായിരുന്നു, അല്ലേ? എന്താ തടസ്സം? നോക്കിക്കേ, he faced a real barriers. എന്തൊക്കെയായിരുന്നു അവൻ്റെ തടസ്സം? ഞാനത് എഴുതി കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ യൂസ് ചെയ്യാം. ഞാൻ അല്ലെങ്കിൽ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ സ്തോത്രം. ഓക്കെ, എന്തൊക്കെയായിരുന്നു അവൻ്റെ തടസ്സം? അവൻ്റെ സ്ട്രക്ചർ, അവൻ്റെ ആ ശരീരപ്രകൃതി എന്താ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവൻ എന്താ? വളർച്ചയിൽ കുറിയവനെന്നാ, അല്ലേ? എന്ന് പറഞ്ഞാൽ നീളം കുറഞ്ഞവനാ. 4 പേര് നിന്നാൽ അവൻ എന്താ?
അത്ര വഴിയുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പുരുഷാരം നിൽക്കുന്നത് നിമിത്തം, അവിടെ പറഞ്ഞ അങ്ങനെ തന്നെ പറഞ്ഞേക്കുന്നത് പുരുഷാരം നിമിത്തം. രണ്ടാമത്തെ കാര്യം അവന് തടസ്സമായിരുന്നത് സ്തോത്രം ക്രൗഡായിരുന്നു അല്ലേ, പുരുഷാരം നിമിത്തം അവന് കാണാൻ കഴിയുന്നില്ല. വീണ്ടും മൂന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് സ്തോത്രം സിൻഫുൾ റെപ്യൂട്ടേഷനാ അല്ലേ, പാപത്തിൻ്റെ ഒരു പേരവന് കിടക്കുക. അവന് പെട്ടെന്ന് പുരുഷാരത്തിൻ്റെ അകത്തേക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റത്തില്ല, അതവന് തടസ്സമാണ്. അപ്പോൾ ഇങ്ങനെ പല തടസ്സങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അല്ലേ, സ്തോത്രം. എന്നാൽ ശ്രദ്ധിക്കണേ, ഈ തടസ്സം വന്നിട്ടും അടുത്ത കാര്യം ശ്രദ്ധിക്കണം, അവൻ അവിടെ കൊണ്ട് ഗിവപ്പ് ചെയ്യാൻ തയ്യാറായോ? അവൻ ഗിവപ്പ് ചെയ്യാൻ തയ്യാറില്ല. ഹല്ലേലൂയ. ഹി ഡോണ്ട് സേ ദ ക്രൗഡ് ഈസ് ടു ലോങ്. He didn't say I am too short. He didn't say it is too difficult. This is the problem. This is the things. നമ്മൾ ഇന്നും ഇങ്ങനെ ഇരിക്കുന്ന എന്താ ഈ വിഷയം. We always think that I cannot. I'm not able. No, എനിക്ക് പറ്റത്തില്ല. ചിന്തിച്ചിട്ടില്ലേ? ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ല പറഞ്ഞിട്ടില്ലേ? So why? Because you think that you can't. But he didn't. Though he was a short. അവൻ ഷോർട്ടാണ്, പുരുഷാരമുണ്ട്, യാഥാർത്ഥ്യമാ. പക്ഷേ അവൻ്റെ ഉള്ളിൽ he refused to give up. ഇന്ന് പകൽക്കാലം ഓർത്തോ, ആത്മീക മണ്ഡലത്തിൽ മുന്നേറിയവർ ഗിവപ്പ് ചെയ്തവരല്ല. ഗിവപ്പ് ചെയ്തവർ ഒരു കാലത്ത് ഉയരത്തില്ല. OIT 2 എഴുതിയിട്ട് തോറ്റിട്ട് 3ാമത് എഴുതിയവരുണ്ടോ? അന്ന് ഗീവപ്പ് ചെയ്തെങ്കിൽ ഇവിടെ വരത്തില്ലായിരുന്നു അല്ലേ? ഗീവപ്പ് ചെയ്യാഞ്ഞത് കൊണ്ടല്ലേ പലരും ഇവിടെ ഇരിക്കുന്നേ. ഓക്കെ, ഗീവപ്പ് ആത്മീക ജീവിതത്തിലും ഗീവപ്പ് ചെയ്യരുത്. മുന്നേറാൻ പറ്റാത്ത മണ്ഡലങ്ങൾ വരും, പക്ഷെ ഗീവപ്പ് ചെയ്യരുത്. സ്തോത്രം. വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോകാൻ സമയമില്ല. പക്ഷേ he had a determination to overcome the obstacle. രണ്ടാമത്തെ he had a determination. അപ്പം ഒരു കാര്യം മനസ്സിലാക്കണം, പ്രശ്നമുണ്ട്, പക്ഷേ ഓവർകം ചെയ്യാൻ ഒരു മനസ്സിലാക്കണം. ഈ കുട ഗോ ബാക്ക്. അവൻ സാധാരണയായി നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? തിരിച്ച് ഏതായാലും കാണാൻ പറ്റത്തില്ല, ഇറങ്ങി തിരിച്ച് ഇന്നത്തെ ദിവസം മെനക്കാട്ടാ, ഇന്നത്തെ ദിവസം പോയി എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി വരുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടില്ലേ? ഇന്നിനി പോകുന്നില്ല, ഇനി വീട്ടിൽ പോയേക്കാം. ഹല്ലേലൂയ. പക്ഷേ യവന് അങ്ങനല്ലായിരുന്നു. തടസ്സങ്ങളെ അതിജീവിക്കുന്ന ഒരുവനായിരുന്നു അവൻ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ആത്മീക ജീവിതത്തിൽ മുന്നേറുന്നവർ തടസ്സങ്ങളെ കണ്ട് പുറകോട്ട് പോകുന്നവരല്ല. ആത്മീക ജീവിതത്തിൽ മുന്നേറുന്നവർ തടസ്സങ്ങളെ കണ്ട് മുന്നേറുന്നവരാണ്. അതിനെ ഓവർകം ചെയ്യാൻ നിനക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ മുന്നേറാൻ കഴിയും. വിടുതൽ പ്രാപിക്കുന്ന ഒക്കെ അല്ലെ തടസ്സങ്ങൾ ജീവിതത്തിൽ ഒത്തിരി ഉണ്ട്. നമുക്കറിയാം, അതിൻ്റെ തൊട്ട് മുകളിൽ കർത്താവ് നടന്നു വന്നപ്പോൾ ഒരു കുരുടനായ ഒരു മനുഷ്യനെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഇരുന്നിട്ട് നിലവിളിച്ചപ്പം ശിഷ്യന്മാരെല്ലാം കൂടെ ചെന്ന് എന്താ പറഞ്ഞു? മിണ്ടാതിരിക്കാണെന്ന് പറഞ്ഞു അല്ലേ? മിണ്ടാതിരിക്കാൻ പറഞ്ഞു. പക്ഷെ അവനോ ഏറ്റവും അധികം ഉച്ചത്തിൽ നിലവിളിച്ചു. അവനാ വിടുതൽ കിട്ടുന്നേ. ആമേൻ. എന്തെങ്കിലും കണ്ടിട്ട് പുറകോട്ട് മാറിയിരിക്കുന്നവരല്ല വിടുതൽ പ്രാപിക്കുന്നവർ. ഹല്ലേലൂയ, സ്തോത്രം. ഒരു പക്ഷപാത രോഗിയെ കൊണ്ട് 4 പേര് വരിക യേശുവിൻ്റെ അരികിലേക്ക്. വിശ്വാസത്തോടെ വന്ന് പ്രതീക്ഷയോടെയാണ് പോയത്. പോയി ചെന്ന് കഴിഞ്ഞപ്പം വീടിൻ്റെ മുന്നിൽ മൊത്തം ആൾക്കൂട്ടമാണ്, കയറാൻ ഒരു മാർഗവുമില്ല. സ്തോത്രം. നമ്മൾ 4 പേരായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? യേശുവിനെ അവിടെ വെച്ചിട്ട്, പാവപ്പെട്ടവരെ അവിടെ വെച്ചിട്ട് പോയേനെ ചിലപ്പോൾ. കാരണം ചുമന്നുകൊണ്ടല്ലേ വന്ന്, ഇനി അങ്ങോട്ടും കൂടെ ചുമക്കാൻ പറ്റുമോ? പക്ഷേ അവൻ വെച്ചിട്ട് പോയില്ല. ഹല്ലേലൂയ. അവിടെ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. അവർ ഗിവപ്പ് ചെയ്തില്ല. ഇന്ന് പകൽക്കാലം പറയട്ടെ, ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം, ഗിവപ്പ് ചെയ്യുന്നവർ ആത്മീക ജീവിതത്തിൽ സക്സസ് ആവത്തില്ല. നിന്റെ ആത്മീക ജീവിതത്തിൽ നിനക്ക് ജയിക്കണമോ? ഹല്ലേലൂയ. മുന്നേറാനുള്ള ഒരു പവർ വേണം, മുന്നേറാൻ ഒരു താല്പര്യം വേണം, ആഗ്രഹം വേണം. അല്ലെങ്കിൽ ഏത് പ്രതികൂലത്തെയും ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ ഒരു ധൈര്യമുണ്ടെങ്കിൽ, ഒരു ചിന്തയുണ്ടെങ്കിൽ ഏത് പ്രശ്നത്തെയും നമുക്ക് മുന്നേറാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ കാണുന്നത് സ്തോത്രം, അവൻ്റെ ജീവിതത്തിൽ ഈ ആൾക്കാർ വന്നിട്ട് യേശുവിൻ്റെ അവിടെ വന്നപ്പം അവിടെ കാണാൻ കഴിയുന്നത് ഭയങ്കര പുരുഷാരമാണ്. ഇവരവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അവരെല്ലാം കൂടെ 4 പേരും കൂടെ എന്ത് ചെയ്ത് പക്ഷപാത രോഗി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? പറഞ്ഞേ, നിങ്ങളിരുന്ന് ഉറങ്ങുവാന്നോ? മേൽക്കൂര പൊളിച്ചെന്ന്. സ്തോത്രം. നിസ്സാര കാര്യമല്ല അല്ലേ? ആണോ? അവിടെ അവർ ഗിവപ്പ് ചെയ്തില്ല. ഹല്ലേലൂയ. അവരുടെ ആ തീരുമാനം നോക്കണേ, അവരുടെ ആഗ്രഹം നോക്കണേ.
ഈ ചിന്തിച്ചു നോക്കെ, ഈ 4 പേരിൽ ഒരുവന് ആണ് ജോൺസൺ ബ്രദറോ ഞാനോ ബിജു ബ്രദറോ ഒക്കെ ആയിരുന്നെങ്കിൽ, ജോൺസൺ ബ്രദർ തന്നെ പക്ഷേ നമ്മൾ അവിടെയൊക്കെ വെച്ചിട്ട് അങ്ങ് പോയേനെ, അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ പറഞ്ഞേനെ നാളെ വരാം, നാളെ കൊണ്ടുവരാം, അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് അങ്ങനെയെങ്കിലും പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഇന്ന് ഏതായാലും നടക്കത്തില്ല, പുരുഷാരം കൂടുതലാണ്, കൺവെൻഷൻ ആൾ കൂടുതലാണ്, ഇന്ന് അതുകൊണ്ട് ഇന്ന് വരുന്നില്ല, നാളെ നമുക്ക് വീണ്ടും വരാമെന്ന് പറഞ്ഞ കൂടെ പോയേനെ. പക്ഷേ ഇവർ ചെയ്യല്ലേ. പക്ഷേ കാരണം എന്താണെന്നറിയാമോ? ഇവരിറങ്ങി തിരിച്ചപ്പോൾ ഇവരുടെ ഉള്ളിലൊരു തീരുമാനം ഉണ്ടായിരുന്നു. ആമേൻ. എന്താ അവരുടെ തീരുമാനം അറിയാമോ? അതെ, അവരുടെ തീരുമാനം എന്താ അറിയാമോ? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാ. അവർ 4 പേരും കൂടെ ചുമ്മി എടുത്തുകൊണ്ട് വന്നപ്പം അവർക്ക് ഒരു തീരുമാനത്തോടെ വന്നത്, ഞങ്ങൾ അങ്ങോട്ട് ചുമന്നാൽ മതി, ഇങ്ങോട്ട് ചുമക്കേണ്ട വരത്തില്ല. ആമേൻ. അങ്ങോട്ട് ചുമന്നാൽ മതി, ഇങ്ങോട്ട് തുറക്കേണ്ട വരത്തില്ലെന്ന് ഒരു വിശ്വാസത്തോടെയാണ് ഈ 4 പേർ ഇറങ്ങിയത്. ഈ വിശ്വാസമാണ് അവരെ രക്ഷിച്ചത്. ആമേൻ. ഇന്ന് പകൽക്കാലം ഇതേ ഒരു വിശ്വാസം ഇതിനകത്ത് വരണം, നമ്മുടെ ഉള്ളിൽ വരണം. അല്ലെ, ആരാധനയ്ക്ക് വരുന്നതിന് മുന്നേ വേദനയുമായിട്ടാണ് വരുന്നതെങ്കിൽ അകത്തളത്തെ പറയണേ, ഞാൻ അങ്ങോട്ടേ വേദനയോട് പോകത്തുള്ളൂ, ഞാൻ തിരിച്ചു വരുമ്പം വേദന ഇല്ലാത്തവനായി വരത്തുള്ളൂ, അങ്ങോട്ടേ ഞാൻ കരഞ്ഞുകൊണ്ട് പോകത്തുള്ളൂ, ഇങ്ങോട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് വരത്തില്ല, അങ്ങോട്ടേ ഞാൻ വേദനയോടെ പോകത്തുള്ളൂ, ഇങ്ങോട്ട് ഞാൻ അല്ല ഫ്രീ ആയിട്ട് വരുമെന്ന്. യെസ്, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിശ്വാസം അകത്തളത്തിലുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലവും ഈ ദൈവം വെറുതെ നിന്നെ പറഞ്ഞു വിടത്തില്ല. ആമേൻ. ഇന്ന് പകൽക്കാലം അതിനോടൊരു ദൂത് ഞാൻ പറയാ, ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ ഇന്ന് വേദനയോടെ ഇതിനകത്ത് വന്നിട്ടുള്ളത്, പ്രയാസത്തോടെ വന്നിട്ടുള്ളത്, അല്ലെ ജീവിതത്തിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടോടെ വന്നിട്ടുള്ളത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവിനെ വിളിച്ച് പറയാ, ഇങ്ങോട്ട് വന്ന പോലെ നീ പോകാൻ ഇടവരുത്തില്ലെന്ന്. അല്ലെ, ഇതിനകത്തിരിക്കുമ്പോൾ ഇനി ചില മണിക്കൂറുകളേ ഉള്ളൂ, ചില മിനിറ്റുകളേ ഉള്ളൂ. ഞാൻ വിശ്വസിക്കുന്നു, അല്ലെ സ്തോത്രം, ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുമെങ്കിൽ, നീ ആരാധിക്കുമെങ്കിൽ, നീ കൊണ്ടുവന്ന വേദനയുമായി, നീ കൊണ്ടുവന്ന രോഗവുമായി നീ മടങ്ങി പോകേണ്ടി വരത്തില്ല. നീ മടങ്ങി പോകേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. വിശ്വസിക്കാൻ തയ്യാറാകണം. അവർ 4 പേര് ചേർന്ന് വിശ്വസിച്ചു. ഹല്ലേലൂയ. അവർ 4 പേര് ചേർന്ന് വിശ്വസിച്ചു. അങ്ങോട്ട് ചുമന്നാ മതി, അങ്ങോട്ട് ചുമന്നാ മതി, ഇങ്ങോട്ട് ചുമക്കേണ്ട വരത്തില്ലെന്ന്. യെസ്, ഹല്ലേലൂയ. അവരുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. തടസ്സങ്ങളെ അതിജീവിക്കാൻ ഒരു മനോഭാവം. ഹല്ലേലൂയ. ഒരിക്കൽ രക്തസ്രാവക്കാരായ ഒരു സ്ത്രീ യേശുവിൻ്റെ അരികിലേക്ക് പോകുക. അവിടെ ചെന്നപ്പോൾ വലിയ പുരുഷാരമാ. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്ന പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടു. ഇന്ന് പകൽക്കാലം നിന്റെ മുന്നിൽ നിൽക്കുന്ന തടസ്സം എന്താ? നിന്റെ മുന്നിൽ നിൽക്കുന്ന പ്രതിസന്ധി എന്താ? തടസ്സം കണ്ടുന്ന പിന്മാറുന്നവരല്ല, അതിജീവിക്കുന്നവരാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ പ്രതികൂലത്തെ കണ്ട് പുറകോട്ട് മാറിയില്ല. ഇന്ന് പകൽക്കാലം ആ വിശ്വാസം അകത്തളത്തുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുന്നത്. ഒരിക്കൽ സ്തോത്രം യോഗനാഥ് മറ്റൊരു വ്യക്തിയെ കാണാം, മറിയയെക്കുറിച്ച് കാണുന്നു. അവൾ അതിരാവിലെ എഴുന്നേറ്റ് യേശുവിൻ്റെ ശരീരത്തിൽ സ്തോത്രം തൈലം പൂശുവാൻ പോകുക. തടസ്സം ഒത്തിരി ഉണ്ട്. ഏർലി ഇൻ ദ മോർണിംഗ് അവൾ സ്തോത്രം, ഒരു സ്ത്രീയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ ഏർലി മോർണിംഗ് എഴുന്നേറ്റ് നടക്കത്തില്ല. പക്ഷെ തടസ്സങ്ങൾ നോക്കാതെ എൻ്റെ യേശുവിനെ തൈലം പൂശണമെന്നുള്ള ചിന്ത അകത്തളത്ത് വന്നപ്പോൾ ആ ഇരുട്ടവൾക്ക് പ്രശ്നമായിരുന്നില്ല. ഇന്ന് പകൽക്കാലം നിന്റെ ആത്മീക ജീവിതത്തിന്റെ മുന്നിൽ എന്തെങ്കിലും തടസ്സമായിട്ടുണ്ടോ? ഓവർകം ചെയ്യാൻ ഒരു ഹൃദയം അകത്തളത്തിൽ ഉണ്ടാകണം. ആമേൻ, ഹല്ലേലൂയ. എന്താ അവൻ ചെയ്തത്? വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ആമേൻ. അടുത്ത ഭാഗം അവിടെ പറഞ്ഞിരിക്കുന്നു, he run forward. ഹല്ലേലൂയ. അവൻ മുന്നോട്ട് ഓടി with urgency and humility. ആ ആഗ്രഹം നോക്കിക്കേ, അവൻ്റെ ആഗ്രഹം നോക്കിക്കേ. അവൻ മുന്നോട്ട് ഓടുക. അവന് വേണമെങ്കിൽ പുറകോട്ട് പോകാമായിരുന്നു. പക്ഷേ അവൻ മുന്നോട്ട് ഓടാൻ തുടങ്ങി. എന്തിനു വേണ്ടിയാ? യേശുവിനെ കാണുവാൻ, യേശു എങ്ങനെയാണെന്ന് അറിയുവാൻ. സ്തോത്രം. അവിടെ കാണുന്നു, താഴെ നിന്ന് അവനെ കാണാൻ കഴിയത്തില്ല. പക്ഷെ അവൻ ഉയരത്തിൽ കയറി. ആമേൻ. ഉയരത്തിൽ താഴെ നിന്ന് കാണാൻ കഴിയാത്ത പലതുമുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, നീ ഉയരത്തിലേക്ക് കയറിയാൽ ചിലത് കാണും. ഹല്ലേലൂയ. താഴെ നിന്ന് കാണാൻ കഴിയാത്തത് ഉയരത്തിൽ കയറിയാൽ കാണും.
ആമേൻ, ഹല്ലേലൂയ. താഴെ നിന്ന് കാണാൻ കഴിയാത്ത പലതുമുണ്ട്. പക്ഷേ നീ ആത്മാവിന്റെ അടുത്ത ലെവലിലേക്ക് കയറിയാൽ ചില ദർശനങ്ങളെ കാണും. നീ ഭൂമിയിൽ കറങ്ങി കിടക്കുന്നിടത്തോളം കാലം അല്ലെ കാണാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇന്ന് നീ ഉടക്കി കിടക്കുന്ന, നീ കുടുങ്ങി കിടക്കുന്ന പലതുണ്ട്. ജീവിതത്തിന്റെ നിന്റെ അനുഭവങ്ങളും ജീവിതത്തിന്റെ ഇഷ്ടങ്ങളും ജീവിതത്തിന്റെ അഭിലാഷങ്ങളും ഇന്ന് നിന്നെ താഴെ കിടത്തുകയാണെങ്കിൽ, ഇന്ന് പകൽക്കാലം അല്ലെ ഉയരത്തിലേക്കൊന്ന് കയറാൻ തയ്യാറായാൽ യേശുവിനെ കാണാൻ കഴിയും. യേശുവിനെ കാണാൻ കഴിയും. ഇവിടെ പറഞ്ഞിരിക്കുന്നു, അവൻ ഉയരത്തിലേക്ക് കയറി. എന്തിനു വേണ്ടിയാ താഴെ നിന്ന് കാണുവാൻ കഴിയാത്തത്? ഉയരത്തിൽ കയറി. ഉയരത്തിൽ പോകും തോറും അതിൻ്റെ പ്രശ്നം എന്താ അറിയോ? ഈ താഴെ കിടക്കുമ്പോൾ നമുക്കിതെല്ലാം വലുതാ. നമ്മുടെ ജോലി വലുതാ, നമ്മുടെ പ്ലഷർ, നമ്മുടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം വലുതാ. ജീവിതത്തിൽ താഴെ കിടക്കുന്നത് കൊണ്ടാണ് ആത്മീയ ജീവിതത്തെക്കാൾ മറ്റു പലതും വലുതായി കാണുന്നത്. പക്ഷെ ഉയരത്തിലേക്ക് കയറുന്നതിനനുസരിച്ച് നമുക്കറിയാം, താഴെ കിടക്കുന്ന പോലല്ല. സ്തോത്രം. ഇവിടെ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പം വിൻഡോ സൈഡിൽ ഇരുന്ന് എത്ര പേരുണ്ട് അറിയാമല്ലോ. ഇവിടുന്ന് കയറുമ്പം തൊട്ട് കാണുന്ന വീടുകളൊക്കെ ഭയങ്കര വീടുകളാണ്. ഭയങ്കര 10, 12, 20, 70 നിലയുള്ള ബിൽഡിങ്ങാണ് കാണുന്നത്. കുറേ കൂടെ മുന്നോട്ട് ഓടി 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 ഫ്ലൈറ്റ് മേഘത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞപ്പോൾ മേളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പം ഈ 70 നിലയുള്ള കെട്ടിടങ്ങളൊക്കെ തീപ്പെട്ടി വലിപ്പത്തിൽ കാണാൻ കഴിയും. എന്താ കാരണം? അത്രയും ഉയരത്തിൽ നിന്ന് കയറിയതുകൊണ്ടാണ്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം താഴെ കിടന്ന് കാണുന്നതല്ല നീ ഉയരത്തിൽ കയറി കഴിയുമ്പോൾ കാണുന്നത്. ഇന്ന് പകൽക്കാലം ഇന്ന് അല്ല പലതും നമുക്ക് വലുതായി കാണുന്നത് അറിയാമോ? അല്ല ചുറ്റുപാടുകൾ വലുതാ, അല്ല വ്യക്തി ബന്ധങ്ങൾ വലുതാ, വേണ്ട എന്നല്ല. നിന്റെ ജോലി വലുതാ, വേണ്ട എന്നല്ല. നിന്റെ ഭൗതികമായ പല കാര്യങ്ങളും വലുതായി കിടക്കുന്നതിന്റെ കാരണം ഇന്ന് നീ മുകളിലേക്ക് കയറിയിട്ടില്ലെന്ന് അതിനർത്ഥം. ഉയരത്തിലേക്ക് കയറിയാൽ ഇതൊന്നൊന്നുമില്ല. ഹല്ലേലൂയ. ഇതൊക്കെ ഒന്നുമില്ല. ഇവിടെയുള്ള പ്രശ്നമൊന്നും അല്ലെന്നേ. ഇവിടുത്തെ വിഷയമൊന്നും അല്ലെന്നേ. ഇവിടുത്തെ രോഗമൊന്നും അല്ലെന്നേ. അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളൊന്നും അല്ലെന്നേ. ആത്മീക ദർശനത്തിന്റെ അടുത്ത ലെവലിലേക്ക് കയറിയാൽ, ഓ യേശുവിന്റെ നാമത്തിൽ, ഓ ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ ഇതൊക്കെ ചെറുതായി തോന്നും. ഹല്ലേലൂയ. കാരണം നീ ആത്മീകമാവുന്ന പുതിയ മണ്ഡലത്തിലേക്കാ, പുതിയ അനുഭവത്തിലേക്കാ കയറുന്നത്. ഹല്ലേലൂയ. വേഗത്തെ മുന്നോട്ട് പോകുക. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം അവിടെ കാണുന്നു. സ്തോത്രം. അവൻ മുന്നോട്ട് ഓടി. എന്നിട്ട് സ്തോത്രം, ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയാതെ, ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ, മുന്നേറ്റം പ്രാപിക്കാൻ കഴിയാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിന്റെ ഇന്നത്തെ ലൈഫ് എന്തെങ്കിലും നിന്റെ ആത്മീയ ജീവിതത്തിന് തടസ്സമായി നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ പ്രാർത്ഥന നിനക്ക് രാവിലെ കേട്ടത് പോലെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി, ആരാധനയ്ക്ക് തടസ്സമായി, മുന്നേറ്റം തടസ്സമായി എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ആത്മീയ കൂടിവരവുകൾക്ക് തടസ്സമായി എന്തെങ്കിലും മുന്നിൽ നിൽക്കുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ഓവർകം ചെയ്യാൻ ശ്രമിക്കൂ. എന്നാലേ ആത്മീക മണ്ഡലത്തിന്റെ പുതിയ തലത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. മുന്നോട്ട് പോകുന്നത് എന്നിട്ട് പറയാണ്, അവൻ ഓടി എന്ത് ചെയ്തു? അവിടെ കാട്ടത്തിമേൽ കയറി. ഈ കാട്ടത്തി യേശുവിനെ സഹായിക്കാൻ അവനെ സഹായിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഈ കാട്ടത്തി യേശുവിനെ സഹായിക്കാൻ. Every prayer you pray is an opportunity to see Jesus. Every fasting which you are taking is a step to see Jesus. Every problem which you are going through is a step to see Jesus. ഈ കാട്ടത്തി യേശുവിനെ കാണാൻ അവനെ സഹായിച്ചു. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രശ്നത്തോടെ ഇരിക്കുന്നെങ്കിൽ, think that that's the opportunity. രോഗത്തിൽ കൂടെയാണോ പോന്നേ? പറ, എൻ്റെ രോഗം എൻ്റെ യേശുവിനോട് അടുപ്പിക്കാൻ എന്നെ സഹായിച്ചു. എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി എൻ്റെ യേശുവിനോട് അടുപ്പിക്കാൻ എന്നെ സഹായിച്ചു. ഞാൻ കടന്നു വന്ന പ്രതിസന്ധി യേശുവിനോട് അടുപ്പിക്കാൻ എന്നെ സഹായിച്ചു. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഞെരുങ്ങുന്ന വേദനിക്കുന്ന ചില ഹൃദയങ്ങളുണ്ട്. ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ പ്രശ്നമുണ്ടല്ലോ, നിന്റെ രോഗമുണ്ടല്ലോ, നിന്റെ ഹൃദയത്തിന്റെ ഞെരുക്കമുണ്ടല്ലോ, ഹല്ലേലൂയ, that's a step. അതൊരു സ്റ്റെപ്പാണ്. ദൈവത്തെ കാണാൻ, യേശുവിനെ കാണാൻ, യേശുവിന്റെ സ്നേഹം തിരിച്ചറിയാനുള്ള ഒരു സ്റ്റെപ്പായിട്ട് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. സ്തോത്രം. എന്നിട്ട് അവിടെ പറയുക, ഹല്ലേലൂയ, അവൻ അവിടെ ചെന്ന് ഒളിച്ചിരിക്കുക. എന്നിട്ട് കയറി അവിടെ വായിച്ചെന്ന് അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി. അതിനു മുന്നേ അവൻ മുമ്പോട്ടോടി അവനെ കാണേണ്ടത് കാട്ടത്തിന്മേൽ കയറി. യേശു ആ വഴിയായി മതി. വരികയായിരുന്നു. സ്തോത്രം. അവന് യേശുവിനെ കാണണം. ഹല്ലേലൂയ. സ്തോത്രം. ഇവൻ കാട്ടത്തെ കയറി ഇലയുടെ മറവിൽ ഒളിച്ചിരിക്കുക. അവന്റെ ചിന്ത എന്താണെന്നറിയാമോ? അവന്റെ ചിന്ത, ആരും അവനെ കാണരുത്, പക്ഷേ അവന് യേശുവിനെ കാണണം.
ഇങ്ങനെയുള്ളൊരു ഒത്തിരി പേരുണ്ട്. ആരും എൻ്റെ വിഷയം അറിയരുത്, എനിക്ക് എല്ലാവരുടെയും വിഷയം അറിയണം. എൻ്റെ വിഷയം പറയാൻ എനിക്ക് ഭയങ്കര പാടാ. പക്ഷെ മറ്റൊരാളുടെ വിഷയം പറഞ്ഞില്ലെങ്കിൽ അയ്യോ എന്തൊരു പാടാന്നറിയോ, എങ്കിലും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. നീ എത്ര പറയുന്നത്? ഇതാ പലരുടെ സ്വഭാവം. ഇതൊക്കെ മാറണം. ഷെയർ ചെയ്യേണ്ടത് ഷെയർ ചെയ്യണം. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടണം. ചില കുടിക്കുന്നത് ഇതുപോലെ അല്ലേ, നമ്മുടെ നാട്ടിൽ പറഞ്ഞ പോലെ പാല് കുടിക്കുന്ന പോലെ. എങ്ങനെ? എന്നെ ആരും കാണരുത്, അല്ല എനിക്ക് ആരെയും കാണരുത് എന്നെ, അല്ലേ? സ്തോത്രം. നമ്മുടെ വിഷയം ആരും അറിയരുത്. ഇവിടെ ഈ സക്കായി മുകളിൽ കയറുക, എന്നിട്ട് പറയുക എന്നെ കാണരുത്, പക്ഷേ എനിക്ക് അവനെ കാണണം. ഇവിടെ സ്തോത്രം അവിടെ കാണുന്നത്. എന്നിട്ട് യേശു അവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു? അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ യേശു ഇങ്ങനെ പോകുക. യേശുവും നോക്കിയോടെ സക്കായി എവിടെയാ ഇരിക്കുന്നേ? ശ്രദ്ധിക്കണേ, സക്കായി എവിടെ ഇരിക്കുന്നേ? അതുകൊണ്ട് ആ കാട്ടത്തിന് കണ്ടോ, നോക്കി അങ്ങോട്ട്. അവിടെ ഇരിക്കുക. അപ്പൊ യേശുവും പുരുഷാരും എല്ലാം ഇങ്ങനെ പോവുക. ആരും മേളത്ത് നോക്കത്തില്ലല്ലോ, നോക്കത്തില്ല. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം യേശു അവിടെ നിന്നിട്ട് ഞാൻ നോക്കി. ആൾക്കാരെന്ത് ചെയ്യും? അവൻ്റെ അവസ്ഥ നീ ചിന്തിച്ച് നോക്കിയേ, അല്ലേ? യേശു അവിടെ നിന്നിട്ട് മേലിലോട്ട് നോക്കി. സ്തോത്രം. യേശുവിനെ അറിയാമായിരുന്നു. കാരണം ഒറ്റ കാര്യമാണ്, എന്തുകൊണ്ടാണ് യേശു മുകളിലേക്ക് നോക്കിയേ? യേശുവിനറിയാം, യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുവൻ മേളിയിരിപ്പുണ്ട്. പുരുഷാരത്തിന് കൂടെ നടക്കുമ്പോഴും പുരുഷാരൻ കൂടെ ഉള്ളപ്പോഴും അവനെ കാണാൻ ആഗ്രഹിച്ച ഒരുവൻ കാട്ടത്തിയുടെ മേളിലിരിപ്പുണ്ടെന്ന് തിരിച്ചറിഞ്ഞ യേശു അവിടെ നിന്ന് അവനെ കാണാൻ ആഗ്രഹിച്ചു. അവനെ കാണണമെന്ന് ആഗ്രഹിച്ചവനെ യേശു കാണാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുമ്പോൾ ഞാൻ ദൈവാത്മാവ് ദൂത് വിളിച്ച് പറയാം, ഹല്ലേലൂയ. നീ ആഗ്രഹത്തോടെ വന്നിട്ടെങ്കിൽ നിന്നെ കാണുന്ന യേശു ഇതിനകത്തുണ്ട്. ആമേൻ. ആരും അറിയരുതെന്ന് പറഞ്ഞ് ഇതിനകത്തിരിക്കുമ്പോഴും നിന്റെ ഹൃദയത്തെ അറിയുന്ന ഒരു കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, അല്ല സ്തോത്രം, മരത്തിന്റെ ചുവട്ടിൽ വന്ന് യേശു മുകളിലേക്ക് നോക്കി. യേശു മുകളിലേക്ക്. യേശുവിനറിയാമായിരുന്നു തന്നെ കാണാൻ ആഗ്രഹിച്ച ഒരുവൻ മരത്തിന്റെ മുകളിലുണ്ട്. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഇരിക്കുന്ന ദൈവാത്മാക്കളെ ഞാൻ ദൂത് വിളിച്ച് പറയാം, അല്ല യഥാർത്ഥമായി ആരാധനയ്ക്ക് വേണ്ടി കൊതിച്ചു വന്ന ചിലർ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. ഇല്ലാതെ വന്നവരുമുണ്ട്, പുരുഷാരത്തെ പോലെ വന്നവരുമുണ്ട്. പക്ഷേ എനിക്ക് ദൈവത്തെ ആലയത്തെ പോയി ആരാധിക്കണം, യേശുവിനെ ഒന്ന് കാണണം, അവനെ പാടി സ്തുതിക്കണമെന്ന് ഹൃദയത്തിനകത്ത് വാഞ്ച കൊണ്ട് വന്നവരും ഇതിനകത്തുണ്ട്. അങ്ങനെയുള്ളവരെ കാണുന്നൊരു ദൈവമാണ്. അല്ല സ്തോത്രം. മനുഷ്യൻ കണ്ട് നിന്നെ വിധി എഴുതി പറഞ്ഞു വിടാം, പക്ഷേ യേശു കണ്ടിട്ട് വിധി എഴുതി പറഞ്ഞു വിടുന്നവനല്ല. ഹല്ലേലൂയ. ആലയത്തിൽ പോയി പ്രാർത്ഥിച്ച അന്നയുടെ കണ്ടിട്ട് ഏലി വിധി എഴുതി പറഞ്ഞു വിട്ടെങ്കിൽ അവിടെ ഹൃദയത്തെ കണ്ട ഒരു ദൈവം ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തി ജീവിതത്തിന്റെ ഹൃദയത്തെ കാണുകയാണ്. ചുറ്റുപാടുകൾ നിന്നെ കണ്ട് വിധി പറയും, പക്ഷേ ദൈവം കണ്ടാൽ വിധി പറയാനല്ല, നിന്റെ പ്രശ്നത്തിന് പരിഹാരം നൽകാനാ അവൻ ഇവിടെ വന്നിട്ടുള്ളത്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ പറഞ്ഞു, എന്നിട്ട് ആഗ്രഹത്തോടെ വന്നവരെ യേശുവിനെ അറിയാം. അവിടെ ചെന്നിട്ട് അവൻ ഒറ്റ വിളി വിളിച്ചു. എന്താ വിളിച്ചേ? സക്കായിയെ. ആ വിളിക്കാത്ത ഒരു പവറുണ്ട്. ഈ പേര് ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ? ഇല്ല. ഇൻ ഹിസ് ഡിവൈൻ നേച്ചർ ഹി നോസ് ഈച്ച് വൺ ഓഫ് യുവർസ് നെയിം. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരുടെയും പേര് ആർക്കറിയാം? ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മളൊക്കെ മറന്നു പോകും. ഇതിനകത്തിരിക്കുന്ന എല്ലാവരുടെയും പേരറിയാവുന്ന എല്ലാവരും ഉണ്ട്. എത്ര പേരുണ്ട്? കണ്ടാൽ പറയും, ഓർത്ത് പറയാൻ പറ്റുന്നത് പറ്റുമോ? പറ്റത്തില്ല. പറ്റുമോ? പറ്റുന്നവരുണ്ട്. നമുക്ക് പറ്റും. ഞാനും ഇവിടെ നിന്ന് ചില സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒന്നും ചിന്തിക്കും, കറക്റ്റാണോ ഞാൻ പറയുന്ന പേര്? കാരണം ചിലരെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. പറ്റും, അത് മനുഷ്യമായ നിലയാണ്. പക്ഷെ എൻ്റെ യേശുവിന് അങ്ങനല്ല. ഓരോരുത്തരെ നിന്റെ കരത്തിൻ്റെ ഓരോ വരകളും വ്യക്തമായി അറിയുന്ന ഒരു ദൈവം തമ്പുരാനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. നിന്റെ ഹൃദയത്തിൻ്റെ ഓരോ നൊമ്പരങ്ങളും നന്നായി അറിയുന്നവൻ, നിന്റെ പേര് ചൊല്ലി വിളിച്ചവനവൻ, നിന്റെ പേരവൻ അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നു, എന്നിട്ട് പറയാ, നീ വേഗം ഇറങ്ങി വാ. ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ആമേൻ. യവൻ യേശുവിനെ ഒന്ന് കാണാനേ ആഗ്രഹിച്ചോളൂ. പക്ഷേ ആഗ്രഹിച്ചവന്റെ അരികിലേക്ക് യേശു പറയാ, നീ എന്നെ കാണാൻ മാത്രമല്ല, ഞാൻ നിന്റെ വീട്ടിലോട്ട് വരാൻ പോവാ.
ആമേൻ. ഹല്ലേലൂയ. ഞാൻ നിന്റെ വീട്ടിലോട്ട് വരാൻ പോകുക. യേശു അവൻ്റെ അടുക്കൽ താമസിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഒരു കാര്യം ഉറപ്പാ, നീ ഒരു സ്റ്റെപ്പ് വെച്ചാൽ നിനക്ക് വേണ്ടി 10 സ്റ്റെപ്പ് വെക്കാൻ എൻ്റെ കർത്താവ് ഒരുക്കമാ. നീ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിന്റെ അരികിലേക്ക് ഇറങ്ങി വരാൻ ശക്തനായി. ഇന്ന് പലപ്പോഴും ആ ശബ്ദം കേൾക്കാൻ കഴിയാതിരിക്കുന്ന അറിയാമോ? നീ ഒരു സ്റ്റെപ്പ് വെക്കാത്തത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം ഇതിനിരിക്കുന്ന ദൈവമക്കളെ, നീ ആത്മാവിൽ ഒരു സ്റ്റെപ്പ് വെച്ചാൽ നിന്റെ അരികിലേക്ക് അത്ര സ്നേഹത്തോടെയാണ് യേശു അവിടെ നിൽക്കുന്നത് അറിയാമോ? ആഗ്രഹിച്ച സക്കായിയുടെ ഭവനത്തിനകത്തേക്ക് ചെല്ലാൻ ആഗ്രഹിച്ച ഒരാകം, അവൻ്റെ അടുത്ത ഡിസയർ കൂടെ പറഞ്ഞ വേഗത്തിനാ, ഹി ഡിസയർ ടു വെൽക്കം ജീസസ് ഇൻ ഹിസ് ഹൗസ്. ഞാൻ ഓരോന്ന് പറയാനുണ്ട്, ഞാൻ വിവരിക്കുന്നില്ല, സമയമില്ല. സ്തോത്രം. അവന് യേശു അല്ലെ പറയാ, ഞാൻ നിന്നോടൊപ്പം പാർക്കുവാൻ. അങ്ങനെ പറഞ്ഞപ്പം അവന് പറയായിരുന്നു, ഇന്ന് വേണ്ട, ഇന്നൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, എനിക്ക് അങ്ങോട്ട് പോകണം, ഇന്ന് നീ എൻ്റെ വീട്ടിലോട്ട് വരരുത്. അല്ലേ, നമ്മൾ പലരും പറയുന്നല്ലേ, പക്ഷെ ഇന്ന് വേണ്ട, വേറൊരു ദിവസം. അത് മനുഷ്യമാ. പക്ഷെ അവന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ വേഗത്തിൽ നോക്കിയേ, എന്നിട്ട് പറയാ, എന്നിട്ട് അവിടെ കാണുന്നുണ്ട്. സ്തോത്രം. അവൻ എന്ത് ചെയ്തു? അവൻ അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കയറാനാന്നോ ഇറങ്ങാനാന്നോ ബെത്തപ്പാട്. എനിക്ക് വന്ന് യവന് നീളം കുറഞ്ഞവനാണ്, ഇവന് കയറുന്നേക്കാനും വലിയ ബെത്തപ്പാടാ താഴോട്ട് ഇറങ്ങാൻ. ആ കയറുന്ന എങ്ങനെയെങ്കിലും കയറിപ്പാം. പക്ഷെ അവന് ബെത്തപ്പെട്ട് അവൻ്റെ ആ മാനുഷിക നില എല്ലാവരും നോക്കി നിൽക്കുക. ഈ കയറുന്ന ആരും കണ്ടില്ല. നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തി 10 പേര് ചേർന്ന് നിന്നാൽ നമുക്ക് ചേർന്ന് നോക്കി നിന്നാൽ എന്തോ തോന്നും? അല്ലേ? പ്രാഗ സങ്കോചാവും. പക്ഷേ അവൻ ഇറങ്ങി വന്ന് എന്നിട്ട് പറയുക, സ്തോത്രം, വേണ്ട എന്ന് പറഞ്ഞില്ല, ഇപ്പോൾ പറ്റിയ സാഹചര്യമാണെന്ന് പറഞ്ഞില്ല. സ്തോത്രം. നമ്മൾ പലപ്പോഴും യേശു പറയുന്നത് നമ്മുടെ എല്ലാ സൗകര്യങ്ങളും നോക്കിയാ. ഒരു കൂട്ടായ്മയ്ക്ക് വരാൻ പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് ക്രമീകരിച്ചിട്ട് ഞാൻ വരാം. ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്, ജോലിയുണ്ട്, മറ്റു പല വിഷയങ്ങളുണ്ട്, ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വരണമെന്ന് പറഞ്ഞാൽ നോ. കർത്താവ് പറയുന്നത്, ഞാൻ നിന്നോട് വരാൻ ആഗ്രഹിക്കുക, പക്ഷെ നിനക്ക് വരാൻ മനസ്സില്ലെങ്കിലോ? അങ്ങനെ കർത്താവ് മടങ്ങിപ്പോയ പല അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചോ? സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ അവനെ യേശുവിൻ്റെ ഭവനത്തിലേക്ക് അവൻ ക്ഷണിക്കുക. ഞാൻ വേഗത്തിൽ നിർത്താൻ പോകുക. അടുത്ത കാര്യം വിട്ടോ, അടുത്തത് 5ാമത്തിലേക്ക് പോകുക. ഹിസ് ഡിസൈർ ടു ചേഞ്ച് ഹിസ് ലൈഫ്. അവൻ്റെ 5 ഡിസൈർസാണ് പറയുന്നത്. ഹിസ് ഡിസൈർ ടു ചേഞ്ച് ഹിസ് ലൈഫ്. ഹല്ലേലൂയ. ഗോഡ്സ് പ്രസൻസ് ചേഞ്ച് ഹിസ് ലൈഫ്. അവിടെ നോക്കിക്കേ, അവൻ്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ യേശുവിനെ വീട്ടിൽ കൈക്കൊണ്ടു, ഭക്ഷിച്ചു, താമസിച്ചു. ഇത്രയും സംഭവിച്ചപ്പോൾ എന്താ സംഭവിച്ചറിയുമോ? അവൻ്റെ ഹൃദയത്തിനൊരു രൂപാന്തരം ഉണ്ടായി. എപ്പോഴാ? യേശു വന്നു കഴിഞ്ഞപ്പോൾ. യേശു വന്ന് അതുവരെ, അവിടെ ആ ഭാഗം വായിക്കുമ്പോൾ അറിയാം, അതുവരെ അന്നുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ചെയ്തു വന്ന ഒരു കാര്യം, അന്നുവരെ അവൻ അതിനെക്കുറിച്ച് ബോധമല്ലായിരുന്നൊരു കാര്യം, യേശു വന്നപ്പോൾ പെട്ടെന്ന് അവൻ്റെ ഉള്ളിലേക്ക് വരിക. എന്താ? ഞാൻ ചെയ്യുന്ന ശരിയല്ല. എപ്പോഴാ ചെയ്യുന്ന ശരിയല്ലെന്ന് തോന്നിയത്? ഹലോ, നമ്മുടെ പല കാര്യങ്ങളും ചെയ്യുന്നത് ശരിയല്ലെന്ന് തോന്നുന്നത് എപ്പോഴാണെന്നറിയാമോ? ആ ആത്മസാന്നിധ്യം വരുമ്പോഴാ. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും, ഇവിടെ സക്കായി ചെയ്തു വന്ന അവൻ്റെ പ്രവൃത്തി ഇത് നല്ലതല്ല എന്ന ബോധ്യം എപ്പോൾ വന്നു? യേശു ഭവനത്തിൽ വന്നപ്പോൾ. അവിടെ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ യേശു വന്നു കഴിഞ്ഞപ്പോൾ ഇത് ചെയ്യുന്ന തെറ്റാണെന്നൊരു തിരിച്ചറിവ് യേശു പറഞ്ഞോ? യേശു വാസ്തവത്തിൽ ഇവനെ കറക്റ്റ് ചെയ്തോ? യേശു അവനോട് പറഞ്ഞോ, സക്കായി നീ പാപിയാ, നീ മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. യേശു പറഞ്ഞില്ല. നീ ചെയ്യുന്ന ചുങ്കം പിരിവ് നിർത്തണമെന്ന് യേശു പറഞ്ഞോ? നീ ചെയ്യുന്ന ചതുവാണെന്ന് യേശു പറഞ്ഞു? ഇല്ല, ഒന്നും പറഞ്ഞില്ല. യേശു അവൻ്റെ വീട്ടിൽ പോയതേ ഉള്ളൂ. ആ സാന്നിധ്യം അവൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി. നമ്മുടെ പാപത്തെക്കുറിച്ച്, തെറ്റുകളെക്കുറിച്ച് രൂപാന്തരപ്പെടുന്നത് ആത്മസാന്നിധ്യമാണ്. ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആരും പറയണ്ട. ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ തെറ്റുകളെ കുറിച്ച് നമുക്ക് ബോധം വരുന്നേ. ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മൾ പോകുന്ന വഴി ശരിയല്ലെന്ന് നമുക്ക് ബോധ്യമുണ്ടാകുന്നേ. ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് ശരിയല്ലെന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നേ. ദൈവ സാന്നിധ്യം അവൻ്റെ രൂപ. നമ്മൾ പലപ്പോഴും ഇതൊന്നും ചിന്തിക്കാതെ എന്താ, ഞാൻ ചെയ്യുന്നത് ശരിയല്ല, എൻ്റെ പോക്ക് ശരിയല്ല,
എൻ്റെ പ്രവൃത്തി ശരിയല്ല, എൻ്റെ സംസാരം ശരിയല്ലെന്ന് ചിന്തിക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഈ സക്കായിക്ക് അന്ന് വരെ ചിന്ത വന്നില്ല. കാരണം ലിറ്ററലി യേശു അവിടെ വന്നിട്ടില്ല, അവൻ്റെ ഹൃദയത്തിലും വന്നിട്ടില്ല, അവൻ്റെ ഭവനത്തിലും വന്നിട്ടില്ല. പക്ഷേ യേശു ഭവനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ അവൻ പറയുക, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് സ്തോത്രം. അവൻ ഉടനെ ദൈവ സാന്നിധ്യം അവനെ ബോധ്യപ്പെടുത്തി. ചെയ്ത പലതും തെറ്റാണെന്ന ബോധ്യം. നമ്മുടെ രീതികൾ ശരിയല്ല, നമ്മുടെ സംസാരങ്ങൾ ശരിയല്ല, നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ശരിയല്ലെന്ന് ചിന്ത വരുന്നത് ഹല്ലേലൂയ യേശുവിൻ്റെ സാന്നിധ്യമാണ്. ഇതുപോലെ യേശുവിന് വന്നപ്പോൾ തൻ പാപിയാണെന്ന് ബോധ്യപ്പെട്ട മറ്റൊരു മനുഷ്യനുണ്ട്, പത്രോസ്. അതുവരെ അവനൊന്നും ചിന്തിച്ചില്ല. യേശു അങ്ങോട്ട് ഇറങ്ങി അത്ഭുതം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ, ഞാൻ പാപിയാ. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഇരിക്കുമ്പോൾ ഒന്ന് പരിശോധിച്ചിട്ട് പറ, കർത്താവേ, ആത്മസാന്നിധ്യം ഉണ്ടെങ്കിലേ അത് പറയാൻ പറ്റത്തുള്ളൂ. കർത്താവേ, തെറ്റുണ്ട്, അപ്പാ, കുറവുണ്ടെന്ന് പറയാൻ എത്ര പേർക്ക് പറ്റും? കർത്താവ് നോക്കുന്നൊരു ചേഞ്ചാ. യേശു അവൻ്റെ അരികിലേക്ക് വന്നപ്പോൾ, ഭവനത്തിൽ വന്നപ്പോൾ ഒരു വ്യതിയാനം അവൻ്റെ ജീവിതത്തിലുണ്ടായി. സ്തോത്രം. ഇപ്പോൾ അവൻ പറയുന്നുണ്ട് അതിൻ്റെ ഫലം സ്തോത്രം അവിടെ കാണാൻ കഴിയുന്നത്, വല്ലതും ചതുവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. The real encounter with Jesus produce a new life. ഒരു പുതിയ ചിന്ത മാറി, ആറ്റിറ്റ്യൂഡ് മാറി, അവൻ്റെ ആ ബിഹേവിയർ ചേഞ്ചായി. സ്തോത്രം. വേഗത്തിൽ മുന്നോട്ട് ഒന്നുകൂടെ പറഞ്ഞു നിർത്താമോ? 6ാമത്തെ കാര്യം, ഈ ഡിസയർ ടു സെറ്റിൽ ദ പ്രോബ്ലം ത്രൂ ദി സ്തോത്രം. അവൻ്റെ ആ പ്രോബ്ലം സെറ്റിൽ ചെയ്യാൻ. ഇവിടെ ഇപ്പം ഇത്രയൊക്കെ സംഭവിച്ചു. കർത്താവെ, ഞാൻ ചതുവായി വാങ്ങിയിട്ട് ഇങ്ങനെ പാപിയാണ് എന്ന് പറഞ്ഞ് അവിടം കൊണ്ട് വിടുകയല്ല. ബട്ട് ഹീ സെറ്റിലിങ്. അവൻ പറയാ, ഞാൻ ചെയ്തത് ഞാൻ തിരിച്ചു കൊടുക്കാൻ തയ്യാറാ. ഇത്രയും നാൾ നേടിയതാ. പക്ഷെ അവൻ പറയുന്നത് എന്തുവാ? ആ വാക്യം ഒന്ന് പറഞ്ഞേ. ചതുവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ്. അപ്പൊ അവന്റെ ലൈഫിൽ വ്യത്യാസം ഉണ്ടായി. അവൻ പ്രോബ്ലം ഹല്ലേലൂയ അവിടെ പറഞ്ഞു 4 മടങ്ങായി. വെറും ഒരു കൺഫ്യൂഷൻ അല്ല, സെറ്റിൽ ചെയ്യുന്ന. നമ്മുടെ പ്രശ്നം എന്താ അറിയാം? നമ്മൾ പ്രോബ്ലം സെറ്റിൽ ചെയ്യാൻ തയ്യാറല്ല. നമ്മൾ നോർമലി ഞാനെന്താ പറയാം, ഞാനും അലക്സുമായിട്ടൊരു ആർഗ്യുമെൻ്റ് ഉണ്ടായി. ഓക്കെ, അതങ്ങ് പിരിഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് ഞാൻ അലക്സിനെ, മോനെ എന്തുണ്ട്? ഓക്കെ, കെട്ടിപ്പിടിച്ചു. പാസ്റ്റങ്ങളെ ഓക്കെയാണ്, ഫൈനാണ്, ഓക്കെ, ദാറ്റ്സ് ഫൈൻ. പക്ഷേ ഐ ബിലീവ് ദാറ്റ് ദ പ്രോബ്ലം ഈസ് നോട്ട് സെറ്റിൽഡ്. Do you think so? The problem is not settled. When the problem settled, എപ്പോഴാണ് പ്രോബ്ലം സെറ്റിൽ ആവുന്നത്? യഥാർത്ഥമായി മോനെ, എൻ്റെ വായിന്ന് വന്നത് തെറ്റാണ്. ഐ റിയലൈസ് ദാറ്റ് വാട്ട് ഐ ഞാൻ നിന്നോട് പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞൊന്ന് കൺഫസ് ചെയ്യുമ്പോഴാണ് ആ പ്രശ്നം അവിടെ മാറുന്നത്. ഇന്ന് പകൽക്കാലം ഒന്ന് പരിശോധിച്ചേ, നമ്മൾ സെറ്റിൽ ചെയ്യേണ്ട എന്തെങ്കിലും കിടപ്പുണ്ടോ? ദാറ്റ്സ് റിയലി ബ്ലോക്കിംഗ് യുവർ ബ്ലെസ്സിങ്സ്. ദാറ്റ് റിയലി ബ്ലോക്കിംഗ് യുവർ നിങ്ങളുടെ ജീവിതത്തിലെ ആത്മീയ മണ്ഡലത്തിൻ്റെ പലതിനെയും ബ്ലോക്ക് ചെയ്യുന്നത് അൺസെറ്റിൽഡ് പ്രോബ്ലമാണ്. This today we need to settle anything. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും കുറവുകൾ കിടപ്പുണ്ടെങ്കിൽ, പോരായ്മകൾ, that's block your blessings. ഇവിടെ സക്കായി അവിടെ പറഞ്ഞ അവൻ സെറ്റിൽ ചെയ്യാൻ തയ്യാറായി, ക്രമീകരണം വരുത്താൻ തയ്യാറായി. അത് യഥാർത്ഥ ക്രമീകരണം വരുത്തുക. സ്തോത്രം. എന്നിട്ട് യേശു പറഞ്ഞു, അബ്രഹാമിന്റെ മകനാകിയാൽ ഈ വീടിന്റെ രക്ഷ വന്നിരിക്കുന്നു. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ.